സി എനിക്ക് തോന്നുന്നത് ജനറലി ആളുകൾക്ക് ക്രിപ്റ്റോ എന്ന് പറയുമ്പം ഇപ്പം പൊതുവെ മാർക്കറ്റിൽ ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലൊക്കെ തന്നെ ആളുകൾക്ക് എന്നും കേൾക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ 10-16 വർഷം ക്രിപ്റ്റോ മാർക്കറ്റിലുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് ക്രിപ്റ്റോ വന്നെങ്കിൽ പോലും ആളുകൾ അത്യാവശ്യം ഇതേ ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ട് നല്ല സ്കാം നടത്തിയിട്ടുണ്ട്. നമുക്ക് തോന്നുന്നില്ലേ കുറേ കൂടിയും ആ രീതിയിലുള്ള വിഷയം ഉള്ളതുകൊണ്ടാണ് ജനറലി ആളുകൾക്ക് ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ആ കാര്യത്തിൽ? ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2020 ഞാനിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും ആദ്യം സ്കാമാണ് കയറി വരിക. ബട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ക്രിപ്റ്റോയിൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പോൾ. അതെ, എനിക്ക് തോന്നുന്നു 2021 ആ സമയത്തുള്ളൊക്കെ ഒരു ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് 7.2% ആളുകൾ ക്രിപ്റ്റോ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ സ്കാം ഉപയോഗിച്ചിട്ട് ആളുകളുടെ അടുത്തും കാശ് പിടിക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ മുതലെടുത്തിട്ട്, പ്രത്യേകിച്ചും അറിയാത്തൊരു ഇൻഡസ്ട്രിയിലേക്ക് ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ അറിയാത്തൊരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ആളോട് പറയുമ്പോൾ ഇങ്ങനെ ചീറ്റ് ചെയ്ത കുറേ കേസുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എംപവറിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്, എംപവർ ഇപ്പോൾ 2021 ഇന്ത്യ ക്രിപ്റ്റോ കറൻസിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈവൻ CBDC, നമ്മുടെ ഇന്ത്യൻ റുപ്പി പോലും CBDC എന്നുള്ളൊരു മോഡിലേക്ക്, ആ ഒരു ട്രാൻസാക്ഷൻ എലമെൻറ്റിനെ ഇന്ത്യൻ റുപ്പിയെ CBDCയിലേക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു മോഡ് എടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഡാറ്റ പ്രകാരം 7.2% ഓഫ് ആളുകൾ ഇന്ത്യൻ പോപ്പുലേഷൻ, ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് 160 കോടി ജനങ്ങളുള്ള നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് 7.2% ആളുകൾ ക്രിപ്റ്റോ ടച്ച് ചെയ്തെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്കാമേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും കുറേ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു അസറ്റായിട്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ ആളുകൾ അതിൽ നിന്നും വലിയ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബിറ്റ്കോയിൻ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം ആ റേറ്റിലുള്ള, അല്ലെങ്കിൽ ആ പ്രൈസിലുള്ള വേരിയേഷൻ, ഹാൾവിങ് നടക്കുമ്പോൾ എല്ലാ 4 വർഷത്തിൽ നടക്കുന്ന വേരിയേഷൻ, ഇതാണ് ഒരു പരിധിവരെ ക്രിപ്റ്റോയുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബിൽഡ് ചെയ്യുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് ക്രിപ്റ്റോ സ്കാമേഴ്സ് അത് പ്രത്യേകിച്ചും സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എംപവറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തേറിയം, BUSD, അതുപോലെ തന്നെ കോയിൻ ഫോർജ്, പിന്നെ മെറ്റാഫോഴ്സ് പോലെയുള്ള ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റ് പ്രോഗ്രാമുകൾ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000-ലധികം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇതിൻ്റെ പുറമെ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട്, ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് പ്രോഗ്രാമുകൾ നല്ലൊരു ലീഡ് റോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടലി എടുത്തിട്ടുണ്ട്. എംപവറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ കോയിൻ ഫോർജിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത്യാവശ്യം മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ ഡെയിലി എഡ്യൂക്കേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആളുകൾക്ക് എടുത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ മനസ്സിലായ ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നിന്ന് പോകില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ഡെഡ് ആവില്ല, ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൽ തന്നെ അത്യാവശ്യം സക്സസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ബേസിക്കലി റഫറൽ പ്രോഗ്രാമുകൾ എന്നൊക്കെ പറയുമ്പം ചില ആളുകൾ ചിന്തിക്കുന്നത് റഫറൽ എന്ന് പറയുന്നത് ഒരു ചെയിൻ പ്രോസസ്സ് അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ഈ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലേ. യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാം റഫറൽ തന്നെയാണ്. റഫറലിലൂടെ അല്ലാതെ ബിസിനസ് ഗ്രോ ആവില്ല. ഇൻ ടേംസ് ഓഫ് ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഏത് മേഖല എടുത്തു വയ്ക്കാലും അതൊരു റഫറലിലൂടെ തന്നെ കവർ ചെയ്ത് പോകുന്നൊരു പ്രോസസ്സാണ്. നമുക്കറിയാം ഗൂഗിൾ പേ പോലുള്ള നെറ്റ്വർക്കുകളൊക്കെ തന്നെ കവറായി വന്നതും മാർക്കറ്റിൽ ഇത്ര അധികം ഒരു ട്രെൻഡ് ബിൽഡ് ചെയ്തൊക്കെ തന്നെ റഫറൽ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. ഇതൊന്ന് ഈ റഫറൽ സിസ്റ്റം ചെയ്യുന്നത് കൊണ്ട് കോയിൻ ഫോർജിൻ്റെ ഒരു ഇൻകം പൊട്ടൻഷ്യൽ ആളുകൾ മനസ്സിലായി കഴിയുമ്പം അതൊരു റിയാലിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു അസറ്റ് അവർ, അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സായിട്ട് തന്നെ അതിനെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ റഫറൽ പ്രോഗ്രാംസ്, അഫിലിയേറ്റീവ് പ്രോഗ്രാംസും അതുപോലെ തന്നെ അഫിലിയേഷൻ ഇല്ലാത്ത പ്രോഗ്രാമും തമ്മിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര രീതിയിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെയും അഫിലിയേറ്റ് ചെയ്യാൻ അവർ റെഡിയല്ല, പക്ഷെ അവിടെ എവിടെയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അതിനെന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? നേരെ മറിച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ വന്നു കഴിഞ്ഞാൽ ആ അഫിലിയേഷനിലൂടെ കിട്ടുന്ന ബെനിഫിറ്റും അതല്ലാതെ കിട്ടുന്ന ഡിസഡ്വാൻറ്റേജും തമ്മിലുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് പറയാമോ? ഇത് ആളുകൾ ജനറലി കുറേ കൂടി അട്രാക്റ്റീവ് ആകുന്നത് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന മെത്തേഡുകളോടാണ്.
റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതിൻ്റെ ഡേഞ്ചറസ് ആളുകൾ റിയാലിറ്റിയിൽ മനസ്സിലാക്കുന്നില്ല. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതിയിൽ ആൾ ചെയ്യാറുണ്ട്. ചില ആളുകൾ പറയും ഡെയിലി പ്രോഫിറ്റ് 11%, 0.5%, മേ ബി 2%, മേ ബി മന്ത്ലി സം കൈൻഡ് ഓഫ് പെർസെൻറ്റേജ്, അതല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രോഫിറ്റ് സിസ്റ്റം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ കഴിഞ്ഞ നാളുകൾ, ഇത് ക്രിപ്റ്റോ എന്നല്ല, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും കാലങ്ങളായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കാം സിസ്റ്റമാണ് ഈ ഒരു ഒന്നും ചെയ്തില്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ചെയ്യാതെ കിട്ടുന്ന ഇൻകത്തിനെ കുറേ കൂടി ആളുകൾ അത്ര അഗ്രസീവായിട്ട് കാണും. പക്ഷേ ഈ അഫിലിയേറ്റ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കോയിൻഫോർജിൻ്റെ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ടോക്കൺ വാങ്ങുക എന്നുള്ളൊരു പ്രോസസ്സാണ് ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മൾ ത്രൂ ആളുകൾ ചെയ്യുന്നതും കോയിൻഫോർജിൻ്റെ ടോക്കൺ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടോക്കൺ ഫ്യൂച്ചറിൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് അതിന് എൻ്റയർ എക്കോസിസ്റ്റത്തിനെയും ഈ റോഡ് മാപ്പിനെയും ബേസ്ഡ് ചെയ്തിട്ടാണ്. ഇപ്പം എനിക്കൊന്ന് എംപവറിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ എംപവർ ചെയ്ത സിസ്റ്റം 2020 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും 2022 ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ, മെറ്റാഫോഴ്സ് പോലുള്ള പ്രോഗ്രാം ചെയ്തത് മുതൽ അതിൻ്റെ കോയിൻ്റെ വളർച്ചയും അതേപോലെ തന്നെ കോയിൻഫോർജ് ഇപ്പോൾ ചെയ്യുമ്പോൾ അത് ഓരോ ആളുകളിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്തും ആളുകൾക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു ചിന്തക്കപ്പുറത്തേക്ക് ആ ഫ്യൂച്ചറിലേക്ക് വരുന്ന ആ ടോക്കൻ്റെ വാല്യൂ അവർക്കൊരു അസറ്റായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ അവസാനം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല ആക്ച്വലി. നമ്മളിപ്പം എങ്ങനെയാണോ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഉദ്ദേശിച്ചിട്ട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആ ടോക്കൺ കളക്ട് ചെയ്ത് വെക്കുന്നത്, അതിനേക്കാൾ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ആ ടോക്കൻ്റെ വാല്യൂ കൂടുന്നതിനുള്ള സമയത്തിനേക്കാളും അപ്പുറത്തേക്ക് റിയൽ ടൈമിൽ ആ റെഫർ ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ഇൻകം അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് USDT ആണ്. അത് വരാൻ പോകുന്ന ടോക്കനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ടോക്കനായിട്ടോ ഒന്നും അതിനൊരു എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഇല്ല. കാരണം എല്ലാം നടക്കുന്നത് ആ സെയിം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്മാർട്ട് കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോക്കൺ കിട്ടേണ്ടതും അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൽ വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ആ സെയിം സെക്കൻഡിൽ. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയുന്നതും പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതും. റെഫറൽ പ്രോഗ്രാമിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ആളുകൾ പറയും നമ്മളൊരാളിലേക്ക് കൊടുക്കണ്ട. ഈ എന്താ ആളുകളിലേക്ക് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും ആരുടെക്കോ സാധനം നമ്മൾ ഷോപ്പിൽ കൊണ്ടുവെക്കുന്നു, നമ്മൾ മറ്റൊരാളിലേക്ക് റെഫർ ചെയ്യുന്നു. അത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇൻഫോടെക് പോലുള്ള വലിയ വലിയ IT കമ്പനികൾ പോലും റെഫറൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ആളുകളെ കണ്ടെത്തുന്നത്. ആ റെഫറൽ റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നതിന് ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വരുമാനം കിട്ടുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റെഫറൽ സിസ്റ്റമാണ്. അത് കോയിൻഫോർജ് ആകുമ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ഇപ്പം നമുക്കൊക്കെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അത് ലൈവ് ഇൻകമാണ്, റിയൽ ഇൻകമാണ്. ആ ഒരു നമ്മൾ ചെയ്ത സിസ്റ്റത്തെ 2 പേരിലേക്കോ ഒരാളിലേക്കോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ ചെയ്തതിൻ്റെയും നമ്മൾ സ്പെൻഡ് ചെയ്തതിൻ്റെയും കൂടുതൽ നമുക്കിത് റിട്ടേൺ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അവസാനം വരുന്നതെന്ന് പറയുന്നത് ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പം പറയാറുണ്ട്. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് അവർക്കൊരു അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അത് എത്ര ചെറിയ നമ്പേഴ്സ് ഓഫ് ടോക്കൺ ആണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഭാവിയിൽ അതൊരു അസറ്റായിട്ട് തന്നെ അവരുടെ കയ്യിലുണ്ടാകും. അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് ടോക്കനുകളൊക്കെ വളർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും റോഡ് മാപ്പും പ്രോജക്റ്റുകളൊക്കെ ഉള്ള ടോക്കൺ ആകുമ്പോൾ നല്ല റിസൾട്ടിലേക്ക് എത്തും. നമ്മളിപ്പോൾ ഈ കോയിൻഫോർജ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സാധാരണക്കാരുണ്ടാവും. ഇപ്പോൾ ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റ് എന്താണെന്ന് ഇൻഡെപ്തിൽ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു കോയിൻഫോർജ് എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോങ് ലൈഫ് നമുക്ക് എങ്ങനെയാണ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുക? സാധാരണക്കാരനായ ഒരാളോട് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ Web3യുടെയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനെ കുറിച്ചോ അല്ലെങ്കിൽ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുമ്പോഴുള്ള ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ വലിയ ധാരണയില്ല. ഈവൻ ക്രിപ്റ്റോനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആളുകൾ ഈ പറഞ്ഞ പത്രത്തിൽ വായിച്ച പരിചയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാമിൽപ്പെട്ട ഒരു എക്സ്പീരിയൻസോ ആണ് അവർക്കുള്ളത്. നമുക്ക് അവരോട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രിപ്റ്റോ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിനും തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള റോഡ് മാപ്പോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ ഇല്ല. കോയിൻഫോർജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കോയിൻഫോർജിൻ്റെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ടീം എന്ന് പറയുന്നത് UK പോളണ്ട് ബേസ്ഡ് ആണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളവരാണ്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ വളരെ സെക്യൂറായിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ഇതിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ്. പബ്ലിക് ബ്ലോക്ക് ചെയിനിലാകുമ്പോൾ ഒരു ബ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെക്യൂറാണ്, ഇത് നിർത്താൻ പറ്റില്ല. ഓക്കെ. ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ഡെവലപ്പർക്ക് പോലും ആ റെഫറൽ സിസ്റ്റം നിന്നുപോയി അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്നൊരു സാഹചര്യം അവർക്ക് ഇൻവോൾവ് ആകാൻ പറ്റില്ല.
അത് ലോകത്ത് ആർക്കും തന്നെ പറ്റില്ല. ഒരിക്കലും ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എപ്പോഴാണോ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പബ്ലിക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ റെഫറൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ആ ട്രസ്റ്റ് നമ്മൾ അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് ആകെ പറ്റുന്നത്. ഇപ്പോൾ എംപവറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BOP ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 day ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം 2 day കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും നല്ലൊരു 5 star ഹോട്ടലിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും സീറോ എന്നാണ് നമ്മുടെ ഒരു അറിവെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും പറ്റുന്നത് ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും മീറ്റിങ്ങുകളിലൂടെയാണ്. കോയിൻഫോർജിൻ്റെ ഒരു എക്കോസിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോയിൻഫോർജ് സംബന്ധിച്ചിടത്തോളം കോയിൻഫോർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോയിൻഫോർജിൻ്റേതായ ഒരു നാറ്റീവ് ടോക്കനാണ്. ഇത് 100 crores ടോട്ടലുള്ളൂ. ഇതിൽ 15 crores ആണ് ഈ നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് കിട്ടുന്നത്, അല്ല ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ടോക്കനുകൾ ഫ്യൂച്ചറിൽ പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇത് യൂസ് ചെയ്യാനുള്ള ഒരു വലിയ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഗെയിമിംഗ് ആയിട്ടും പിന്നെ മാർക്കറ്റ് പ്ലേസിലും യൂട്ടിലിറ്റി ആയിട്ടും ഇങ്ങനെയുള്ള വലിയ ഒരു എക്കോസിസ്റ്റമാണ് ദാറ്റ് മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇന്നത്തെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും 100% ട്രസ്റ്റോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ 100%. കാര്യം എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും അതിൻ്റേതായ ഒരു മുതൽ മുടക്ക് ഒരു ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിലെല്ലാത്തിലും ഉപരി അതിലിടുന്നൊരു എഫേർട്ട്. ഇപ്പം ഞാൻ പൊതുവെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ആളുകൾക്ക് അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം അതൊരു റിയാലിറ്റിയിൽ നോക്കുമ്പം ഒരുപക്ഷെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും അവർ പോകുന്നത്. ഒട്ടുമിക്ക ആളുകളും ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ പോവുകയാണ്. കിട്ടുന്ന വരുമാനം ഒരുപക്ഷെ ഒരുപാട് ലയബിലിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ജീവിച്ചതിൻ്റെ ആകെ തുകയാണ് അവർ. അപ്പോൾ അവർക്കൊക്കെ തന്നെ അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഫിനാൻഷ്യലി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഈ ടോക്കൺ കളക്ട് ചെയ്യുന്നതിൽ എല്ലാത്തിലും അപ്പുറത്തേക്ക് ആ റെഫറൽ റിവാർഡുകൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ആ ഒരു സെക്യൂർ ആൻഡ് ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നതാണ് പർട്ടിക്കുലർ എംപവറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സിസ്റ്റം കൂടുതലും ഒരു എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും നാൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു എസ്പെഷ്യലി സ്കാമായിട്ട് വരുന്നതൊക്കെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് മാത്രം ഫണ്ട് കളക്ട് ചെയ്തിട്ട് പിന്നെ എപ്പോഴും അത് സ്റ്റക്കായി പോകുന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ എംപവറിൽ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത അത് തന്നെയാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഒരു കോൺഫിഡൻസ് കൊടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു നോളജ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഈവൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും. കാര്യം എന്താണെന്നറിയോ, ഈ പ്രത്യേകിച്ച് തുടക്കക്കാരൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ആളുകൾക്കൊന്നും ബ്ലോക്ക് ചെയിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിപ്റ്റോയെ കുറിച്ചൊന്നും ധാരണയില്ല. ഈ ഇൻഡസ്ട്രിയുടെ വലുപ്പം അറിയില്ല. അപ്പം ഇന്ന് ലോകം എക്കണോമി തന്നെ എല്ലാ രാജ്യത്തിൻ്റെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ ഡിജിറ്റൽ അസറ്റിലൂടെയാണ്. അപ്പം സാധാരണക്കാരൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം എംപവർ ഫാമിലിയിൽ വരുമ്പോൾ അവർ പ്രത്യേകം അവരോട് പറയുന്നത് ഈ ഫിസിക്കൽ പ്രോഗ്രാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതിനെന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്നും ലൈഫിലേക്ക് ഒരു ബെനിഫിറ്റാണ്. കാരണം അവരെ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എംപവർ ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, 1 day വർക്ക്ഷോപ്പുകൾ, 2 day ട്രെയിനിങ് പ്രോഗ്രാമുകൾ, 2 day ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അത് എംപവർ ഫാമിലിയിൽ നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവിടെ ഫോക്കസ് കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും കൂടെ വരുന്ന ആളുകൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുമ്പോഴും വലിയ രീതിയിൽ സക്സസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും പറ്റും. അതുപോലെ ഇപ്പോൾ കോയിൻഫോർജ് ഒരു അഫിലിയേറ്റ് സിസ്റ്റത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു റെഫറൽ പ്രോഗ്രാമിൽ കൂടെയാണ് ഇതിപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരാൾക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോസ്പെക്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരിലേക്ക് ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഒരു ജനറലി ഒരു ഇൻഡെപ്തിലല്ല ഒരു ഐഡിയ കൊടുക്കാനായിട്ട് എങ്ങനെയാണ് ഒരു ചെറിയ കണ്ടന്റ് പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ
ഒരു ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോക്കണോമിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ നോർമലായിട്ട് എയർ ഡ്രോപ്പ് വെച്ചിട്ട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാം. അതിന് പ്രത്യേകിച്ച് പ്രോജക്റ്റുകൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല 99.9% അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. എന്നാൽ പ്രോജക്റ്റുകളുള്ള ഈ പറഞ്ഞ ടോക്കൺ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം Coin4Gൻ്റെ ടോക്കൺ ആളുകളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ 15 കോടിയോളം ക്വാണ്ടിറ്റി റഫറലിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഇത്രയും ക്വാണ്ടിറ്റി ആളുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ വൈറ്റ് പേപ്പർ, ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ അതിനൊരു വൈറ്റ് പേപ്പർ ഉണ്ടാവും. ടോക്കൺ ഇറങ്ങുന്നതിന് മുമ്പ് അതിനൊരു വൈറ്റ് പേപ്പർ ഉണ്ടാവും. വൈറ്റ് പേപ്പറിൽ എങ്ങനെയാണോ ആ ടോക്കണോമിക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, മൈനിങ് പ്ലാൻ എങ്ങനെയാണ്, ഓരോ ക്വാണ്ടിറ്റിയും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇത് പ്രോജക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഗെയിം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ്, നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് പോലെ NFT മാർക്കറ്റ് പ്ലേസിൽ അവിടെ അവിടുത്തെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ ടോക്കൺ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, ഇപ്പം മെറ്റാവേഴ്സ് പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ടോക്കൺ കളക്ട് ചെയ്തു വെച്ചതിൻ്റെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്, ഫിനാൻഷ്യൽ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റും. നിലവിലെ റോഡ് മാപ്പ് പ്രകാരം ഈ പറഞ്ഞ ഗെയിമിംഗ് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് പോലെയുള്ള സംഭവങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡ് മാപ്പിൽ ക്ലിയർ ആണ്. അതിലെല്ലാത്തിലും ഉപരി ഈ പറഞ്ഞ റഫറൽ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ റഫറൽ വരുമാനം കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ലെവൽസ് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈവൻ എല്ലാ മാസവും ഒരു 1-ാം തീയതി റോയാലിറ്റി കിട്ടുന്ന എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ റൺ ചെയ്യുന്നതുകൊണ്ടും എക്കോ സിസ്റ്റം ടൈം ഫ്രെയിം പ്രകാരം തന്നെ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ടും നമുക്കറിയാൻ പറ്റും. ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ആ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന റോഡ് മാപ്പിന് അതിൻ്റെ ബേസിക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഗെയിമിങ്ങിൽ എപ്പോഴും യൂട്ടിലിറ്റി ആയിട്ട് ഒരു ടോക്കൺ വരുമ്പോൾ റെഗുലറായിട്ട് ആളുകൾ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഡിമാൻഡ് ഗ്രാജുവലി കൂടും. അത് മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഫ്യൂച്ചറിലേക്കുള്ള കുറേ യൂട്ടിലിറ്റി യൂസ് കേസുകൾ ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചെയ്തു വെച്ച ഏർലി സ്റ്റേജിൽ കളക്ട് വെച്ച ടോക്കൺ എന്ന് പറയുന്നത് അതൊരു അസറ്റായിട്ട് തന്നെ മാറും. അതായത് ഈ കളക്ട് ചെയ്യുന്ന അസറ്റുകൾ, ഇപ്പോൾ ഈ ടോക്കൺസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇൻ ബിറ്റ്വീൻ റെഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിവാർഡ്സ് ആണെങ്കിലും ഒരു ജനറലി ഇപ്പോൾ ഈ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഒരു ഷോർട്ട് ടൈം എന്നുള്ള രീതിയിലാണ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അസറ്റ് എന്തായാലും ഒരു ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെ, ഒരിക്കലും നമുക്ക് കിട്ടിയ ടോക്കന് അത് പബ്ലിക്കിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെക്സ് എക്സ്ചേഞ്ച്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെക്സ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഇൻബിൽട്ട് ചെയ്തിട്ട് വരാനുള്ള പ്ലാൻ ഓൾറെഡി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കയ്യിലുള്ള ടോക്കൺ കൊടുത്തൊഴിവാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്കുള്ളെങ്കിൽ നമ്മളൊരു വീക്ക് ഹാൻഡ്സ് പോലെയാണ്. കാരണം വാല്യൂ വരുന്നതിന് മുമ്പേ നമ്മൾ കൊടുത്തൊഴിവാക്കുക എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. എന്തിനാണ് ആക്ച്വലി ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസിക്കലി ഒരു ബാക്ക് ബോണാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയുന്ന, റോഡ് മാപ്പിനെ കുറിച്ച് അറിയുന്ന, ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആകുമ്പം അറ്റ്ലീസ്റ്റ് ആ അറിഞ്ഞുകൊണ്ട് അത് ഹോൾഡ് ചെയ്യുന്ന സാഹചര്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക്കിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വില കാണുമ്പോൾ വിറ്റ് കളയുന്നുണ്ടാകുമ്പോൾ വാല്യൂ താഴെ പോകും. അത് സ്വാഭാവികമാണ്. അപ്പം നേരെ മറിച്ച് ഇതിൻ്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിയിട്ട് കുറേ കൂടിയും വാങ്ങിച്ചു വെക്കാനുള്ള സാഹചര്യത്തെയും കൂടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വില കൂടും. വില കൂടുക അങ്ങനെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. എവിടെ ഡിമാൻഡ് കൂടുന്നുവോ അവിടെ വാല്യൂ കൂടുന്നുള്ളതാണ്. ആ ഒരു അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു എലമെൻ്റിൻ്റെ വില കൂടുന്നുള്ള. ഗോൾഡും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സിൽവറിന് വില എത്ര പെട്ടെന്നാണ് കയറി വരുന്നത്, പക്ഷേ സിൽവറിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, വാല്യൂ അല്ലാതെ അങ്ങോട്ട് കൂടി കിടക്കുന്നു. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ ക്രിപ്റ്റോ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ ഹാൾവിങ്ങിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വിലയിൽ വ്യത്യാസം താഴെയും മേലൊക്കെ പോകും. നമ്മൾ എപ്പോഴാണോ വിറ്റ് കഴിയുന്നത് അതോടെ മറന്നേക്കുക. അതെ, ഡിജിറ്റൽ അസറ്റ് പ്രത്യേകിച്ചും അസറ്റ് കയ്യിൽ നിന്നും പോയി. ഇപ്പോൾ ഗോൾഡ് 4 മാസം മുമ്പൊക്കെ ഒരു ഗോൾഡ് വിറ്റ ഒരാൾ ഇപ്പോൾ വിലയെക്കുറിച്ച് ആലോചിച്ചൊരു കാര്യമില്ല. നേരെ മറിച്ച് ആ സമയത്ത് റിസ്ക് എടുത്ത് വാങ്ങിച്ചു വെച്ച ഒരാളാണെങ്കിലോ ഇന്ന് അതൊരു വലിയ അസറ്റാണ്. അതുപോലെ തീർച്ചയായും ഇപ്പോൾ നമ്മൾ Coin4G എന്നുള്ള ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാർ പോലും ഈ ഒരു ഇൻഡസ്ട്രീനെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എംപവറിൻ്റെ കൂടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഇപ്പോൾ ആളുകൾക്ക് അറിയേണ്ട കാര്യങ്ങളും കൂടി എത്ര മുതൽ മുടക്കിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അത് പല രീതിയിലുണ്ടാകും. ഒരു മിഡിൽ ക്ലാസ് അവർക്ക് ആ റേഞ്ചിൽ ചെയ്യണമെന്നുണ്ടായിരിക്കും, അപ്പർ ക്ലാസ്സുകാർ വേറെ റേഞ്ചിലായിരിക്കും ചെയ്യുക. സോ ഓവറോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ?
ഇതിൽ ബേസിക്കലി 2 പ്രോഗ്രാമുകളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ റെഫറൽ പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 2 പ്രോഗ്രാമാണ്. ഇനീഷ്യലി മാർച്ച് 2025 ഇത് ലോഞ്ച് ചെയ്തത്. പ്രീ ലോഞ്ച് പീരീഡ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം $50 മുതൽ ചെയ്ത് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഒരുപാട് പേരിലേക്ക് റെഫർ ചെയ്യുമ്പോഴും അത് ഓപ്പണായിട്ട് റെഫർ ചെയ്തിട്ട് ഇൻകം കിട്ടുന്ന സിസ്റ്റം തന്നെയായിരുന്നു. ആരെ റെഫർ ചെയ്താലും ആ ഒരു റേസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം $50 മുതൽ $1,050 വരെ അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പോഴും ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അതിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പം ഓരോ ആളുകളെ റെഫർ ചെയ്യുമ്പോൾ തന്നെ 40% റെഫറൽ റിവാർഡായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് വിത്തിൻ ദ ടീമിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്. അല്ലാതെ അത് വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്പെൻഡ് ഡിസ്ട്രിബ്യൂട്ടായി ഹോൾഡായി അതൊന്നും പിന്നീട് എന്തെങ്കിലും തരുന്ന സിസ്റ്റം ഒന്നുമില്ല. എല്ലാം ആ വിത്തിൻ ദ സെക്കൻഡ് തന്നെ അത് അവസാനിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരു പരിധിവരെ നേരത്തെ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് പറയുന്നത്. മറ്റൊരു കാര്യം, രണ്ടാമത്തെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ലോഞ്ച് ചെയ്തത് അതൊരു ഒരു പ്രീമിയം കാറ്റഗറി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് $15 മുതൽ $3,900 വരെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ $15 ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം $15 തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരാളേക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പം ഇപ്പോൾ ഒരാൾ $15 സ്പെൻഡ് ചെയ്യുമ്പോൾ ആൾക്ക് ഓരോ ഡോളർ സ്പെൻഡ് ചെയ്യുമ്പോഴും 0.5 ടോക്കൺ വെച്ച് കിട്ടും. അപ്പോൾ $15 സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 7.5 ടോക്കൺ കിട്ടും. ദെൻ ആ ആൾ മറ്റൊരാളിലേക്ക് ആ ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ആ റെഫറൽ ലിങ്ക് കൊടുത്ത് ചെയ്യുമ്പോഴും അദ്ദേഹം $15 ചെയ്യുമ്പോഴും അതിൻ്റെ 80% എന്ന് പറഞ്ഞാൽ $12 ആ സ്പോൺസർക്കുള്ളതാണ്. സ്പോൺസർ റെഫറൽ റിവാർഡാണ്. അതോടൊപ്പം തന്നെ ആൾക്കും കിട്ടും 7.5 ടോക്കൺ. കാരണം ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്കാണല്ലോ 7.5 ടോക്കൺ, അതായത് 0.5 ടോക്കൺ വെച്ച് കിട്ടുന്നത്. അതോടൊപ്പം സ്പോൺസർക്ക് കിട്ടുന്നത് 0.75 വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടോക്കൺ കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ടോക്കൺ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് റെഫർ ചെയ്യുമ്പോഴാണ്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം മാക്സിമം ടോക്കൺ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനെയാണ്. എന്നാൽ $15 മുതൽ $1,500 വരെ ടോട്ടൽ 8 കോൺട്രാക്റ്റുകളാണ്. എല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ $3,900 വരെ ഒരാൾക്ക് സ്പെൻഡ് ചെയ്യാം. $3,900 സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം $3,900 സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് 3 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കായി. ഇത് തന്നെ നമ്മൾ സ്പോൺസർ ലിങ്ക് ഉപയോഗിച്ച് മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ 2 ലാഖിൻ്റെ പുറത്ത് റെഫറൽ റിവാർഡും 2,340 ടോക്കനുകളും എക്സ്ട്രാ കിട്ടുകയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 2 പേരിലേക്ക് അത് റെഫറൽ ഉപയോഗിക്കുമ്പോൾ തന്നെ സ്പെൻഡ് ചെയ്തതിനേക്കാളും കൂടുതൽ USDT റിട്ടേൺ തിരിച്ച് കിട്ടും ചെയ്തു. അതിനെല്ലാത്തിലും ഉപരി ടോക്കൺ ഏർലി സ്റ്റേജിൽ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ ജനറലി പറയാറുണ്ട് എല്ലാവർക്കും 3 ലക്ഷം സ്പെൻഡ് ചെയ്യുന്നതിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. $15 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ ഓപ്പർച്യൂണിറ്റി കൈ കിട്ടി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സമയം പോകുന്നത് പോലെയാണ്. എന്നാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ $15 എടുത്തിട്ട് ഇതെന്താണെന്നുള്ളത് നോക്കാം. $390 ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് 5 കോൺട്രാക്റ്റെങ്കിലും ചെയ്യുമ്പോൾ. 5 കോൺട്രാക്ട് ചെയ്യുമ്പം 15 + 25 + 50 + 100 + 200 ഇതാണ് 390 എന്ന് പറയുന്നത് 5 കോൺട്രാക്ട്സ്. ഇതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ 390 സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 195 ടോക്കൺ കിട്ടുന്നു. എന്നാൽ $390 സ്പെൻഡ് ചെയ്യുന്ന ഒരാളിലേക്ക് അത് റെഫർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഈ $290 ആണ് റെഫറൽ റിവാർഡായിട്ട് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ എക്സാക്ട്ലി അതോടൊപ്പം തന്നെ അറൌണ്ട് 242 കോയിൻസും കിട്ടുന്നുണ്ട്, ടോക്കൺസും കിട്ടുന്നുണ്ട്. അതുപോലെ അത് 10 പേരിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിലോ മോർ ദാൻ 2 ലാഖ് ഇൻകമാണ്. അത് ആ 10 പേരെന്നുള്ളതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എടുത്ത് പോയാൽ പോലും ഒരു 3 ലെയർ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും 35 ലാഖ് വരെ കിട്ടാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അത് 15 പേരുടെ ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിൽ അറൌണ്ട് 1 crore അടുത്ത് പൊട്ടൻഷ്യലുണ്ട്. അത് കോമ്പൗണ്ട് ഭയങ്കര റിസൾട്ട് അത്. പക്ഷേ അറിയാതെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് പകരം സെക്യൂരിറ്റിയും കോൺഫിഡൻസും പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ട് അവരുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. എത്ര ചെറുതും എത്ര വലുത് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്യുന്ന ആൾ അതൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല റിസൾട്ട് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് സിസ്റ്റത്തിന്റെ ഭാഗം. എക്സാക്ട്ലി എന്നും നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറയാം. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഫോക്കസ് ഇതിനാണ് കൊടുക്കേണ്ടെങ്കിൽ ഇതിന് കൊടുക്കുക, ചെയ്യുന്ന കാര്യത്തിലാണ് ഇമ്പോർട്ടൻ്റ് അതിന് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം ആണല്ലോ.